ഹായ്. അപ്പോൾ അത് കുളി കഴിഞ്ഞ് വന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനിവിടെ ഇരിക്കുന്ന ഈ റൂമുണ്ടല്ലോ, അതായത് ഒരു ചെറിയൊരു ഏരിയ ഉണ്ട് എൻ്റെ മറ്റേ സ്റ്റിച്ചിങ് കട്ടിങ് ഒക്കെ ചെയ്യുന്ന ഇതിലിട്ടിട്ടാണ് ഞാൻ കട്ടിങ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റിയാണ്. ബാക്ക്ഗ്രൗണ്ട് ഈ കളറായതുകൊണ്ട് നമ്മുടെ ഡ്രസ്സ് ഇമ്പ്രസ് ആവുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചേഞ്ച് ചെയ്യാമെന്ന്. അപ്പം എൻ്റെ കയ്യിൽ കുറച്ച് പെയിൻറ് ഇരിക്കുന്നുണ്ട്, അത് വെച്ചിട്ട് ഇത് സെറ്റാക്കിയാലോ. കാണണ്ട ഇതേപോലെ കുറേ അച്ചറിയായിട്ടാട്ടോ എൻ്റെ ബാക്കിൽ ഒരാൾ ബാക്ക് തിരിഞ്ഞവിടെ നിൽക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ വൃത്തിയാക്കണം. അപ്പം തുടങ്ങിയാലോ. അന്നേ നമ്മളന്ന് ചെയ്തതിൻ്റെ ബാക്കി നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല. കാരണം ഞാൻ ഉദ്ദേശിച്ചത്ര പെയിൻറ്റ് നമ്മുടെ കയ്യിലുണ്ടായില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് പെയിൻറ്റൊക്കെ വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് തികയോ എന്ന് എനിക്കറിയില്ല, എന്നാലും നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ തന്നെ മറ്റേ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ പോവാണ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് തികയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. വൈറ്റ് കളറാണ് മിക്സ് ചെയ്ത് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാലോ. അപ്പോൾ ഇടയിൽ കുറച്ചൊക്കെ തയ്ക്കാനുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആ ഗ്യാപ്പ് വന്നത്. അപ്പോൾ നമുക്കൊന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറേ വേഷമാണ് അടുക്കള പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ ഒരു സ്പഞ്ച് എടുത്തിട്ടുണ്ട്. നമ്മൾ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. മുന്നിൽ മൂടി ഒന്ന് കെട്ടി വയ്ക്കും. കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ പെയിൻറ്റ് ഫിനിഷായി. ഇനി ഇതിൽ ചെയ്യാനുള്ള പണി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഫൈനൽ ഔട്ട്പുട്ട് കാണും. നമ്മൾ വീഡിയോ കൊടുക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ കളർ ചേഞ്ച് ചെയ്യണം. അപ്പോൾ വൈറ്റിലാണെന്ന് വെച്ചാൽ ഡാർക്കായിട്ട് തോന്നും, ഇതിലാകുമ്പോൾ കുറച്ച് വൈറ്റ് ആയിട്ട് തോന്നും. അതാണ് ഞാനിത് മാറ്റാനുള്ളതാണ് കേട്ടിട്ടുണ്ട്. ഞാനത് മിക്സ് ചെയ്ത് വെള്ളം കൂട്ടി മിക്സ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഈ സ്പോഞ്ചിൽ നമ്മളൊരു കുറച്ച് ഹോൾസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഒപ്പിയിട്ട് നമ്മളവിടെ ഹോളിൽ ചെയ്യാനാണ് ഉദ്ദേശം. അത് മാത്രം ചെയ്യാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് വെച്ചൊന്ന് ചെയ്ത് നോക്കാം. പെയിന്റിങ് കഴിഞ്ഞു. അപ്പം നമുക്ക് കണ്ടാലോ. അപ്പോൾ ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട്. നമ്മൾ ഇത്രയും നന്നാവുമെന്ന് വിചാരിച്ചില്ല കേട്ടോ ഞാൻ ചെയ്തിട്ട്. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. ആ കളർ ചേഞ്ച് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അതേ കണ്ട കൈമൊക്കെ നിറച്ച് പെയിൻ്റ്. അപ്പോൾ ഇതൊക്കെ എനിക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് വരാം. ഇവിടെ അലമ്പായിട്ട് ഇതൊക്കെ ക്ലീൻ ചെയ്യണം കേട്ടോ. നിറച്ച് പെയിൻ്റ് ആയിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ
ആയിരിക്കും ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ വീഡിയോ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് ചെയ്തത് ഇഷ്ടപ്പെട്ടു ഇന്ന് എനിക്ക് പറയുന്ന ടൈമില്ല ഒന്നും കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോ